കഥയുടെ തുടക്കത്തിൽ ഒരു മനുഷ്യൻ ഡെഡ് ബോഡീനെ വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. ഒരു കാട്ടിലൂടെയാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. ആ കാട്ടിൽ തന്നെ ഒരു കുഴി ഉണ്ടാക്കി അവിടെ കുഴിച്ചിടുന്നുണ്ട്. ഇപ്പൊ ഈ ഡെഡ് ബോഡിയെ കുഴിച്ചിട്ടവന്റെ പേരാണ് മാക്സ്. അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തെല്ലാം അവൻ പലതരം ട്രാപ്പുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തേലും ജീവി വല്ലതും ചുറ്റുവട്ടത്തൂടെ പോയാൽ ഈ ട്രാപ്പിൽ തട്ടിയാൽ ശബ്ദം കേൾക്കും. ചിലപ്പോൾ ആ ജീവി ചത്തു വരെ പോകാം. അതുപോലെ തന്നെ ശബ്ദം കേൾക്കും. എന്തായാലും ട്രാപ്പൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാക്സ് അവന്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. ആ കാട്ടിൽ തന്നെ ചെറിയൊരു വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. വീട്ടിൽ വന്ന് വീട്ടിന്റെ അകത്ത് തന്നെ തീയൊക്കെ ഇടാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ട്. തീയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ അവന്റെ കയ്യിൽ ഒരു ഹാർമോണിയം ഉണ്ട്. അതിങ്ങനെ വായിക്കുമ്പോൾ ശബ്ദം കേൾക്കും. ആ ഒരു ഹാർമോണിയൊക്കെ വായിച്ചിട്ട് അവന്റെ കയ്യിലുള്ള പലതരം ഫോട്ടോ അവൻ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട്. ആ ഫോട്ടോകളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും ഉണ്ട്. ആ പെൺകുട്ടിയെ അവൻ അറിയാവുന്നത് പോലെ അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടി ആരാണെന്ന് നമുക്കറിയത്തില്ല. പിറ്റേ ദിവസം ആവുന്ന നേരത്ത് അവ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. എണീറ്റ ഉടനെ അവന്റെ വീട്ടിൽ തന്നെ ചെറിയ വെള്ളമൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അതിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് അവൻ ദേഹം എല്ലാം കഴുകുകയാണ്. അതിനുശേഷം അവൻ കാട്ടിലോട്ട് പോകുന്നുണ്ട്. കാട്ടിൽ നിന്ന് കുറച്ചധികം കുമ്മിൾ അവന് കിട്ടുന്നുണ്ട്. ആ കുമ്മിളൊക്കെ പറിച്ചെടുത്തതിന് ശേഷം അവൻ അവന്റെ വീട്ടിൽ തിരിച്ചു വരുന്നുണ്ട്. വീട്ടിന്റെ പുറത്ത് തന്നെ പലതരം കൃഷികളുണ്ട്. കുറച്ചധികം ചെടികളാണ്. ആ ചെടികളെയൊക്കെ അവൻ പരിപാലിക്കുന്നുണ്ട്. അതിന് വളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണ് വെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. അങ്ങനെ ഓരോ ജോലികൾ ചെയ്ത് അന്നത്തെ ദിവസം കടന്നു പോകുന്നുണ്ട്. അന്ന് രാത്രി വീട്ടിൽ പോയി കിടന്നുറങ്ങും. പിറ്റേ ദിവസം തന്നെ അവൻ വീണ്ടും ഓരോ ജോലികൾ ചെയ്യാനായിട്ട് ഇറങ്ങുകയാണ്. കാട്ടിൽ പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ചെറിയൊരു തോടുണ്ട്. ആ തോട്ടിൽ പോയിട്ട് അവൻ ഇട്ടിരുന്ന ഡ്രസ്സെല്ലാം കഴുകുകയാണ്. അതുപോലെ തന്നെ അവന്റെ ഒരു തോക്കുണ്ട്, ഒരു ഡബിൾ ബാരൽ. എന്തെങ്കിലും ജീവികളെ ആക്രമിക്കാൻ വന്നാൽ അതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അവനാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയിരുന്ന് എന്തോ നോക്കാണ്. അവിടെ എന്തോ ഒരു കാര്യം കണ്ടിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് അവന്റെ ബാക്കിൽ പിടിക്കുകയാണ്, ഷോൾഡറിൽ പിടിക്കുകയാണ്. അവൻ പേടിച്ച് തറയിൽ മറിഞ്ഞു വീഴുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ എണീറ്റ് തോക്കെടുത്ത് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഒരാൾ അവിടെ ഇല്ല. അത് അവന് തോന്നിയതാവാം. എന്തായാലും അവൻ തിരിച്ച് വീട്ടിൽ വരുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് അവൻ കുറച്ച് ചെടികളൊക്കെ നട്ടുവെച്ചിട്ടില്ലേ, ആ ചെടികളിൽ അവൻ മൂത്രം ഒഴിക്കുന്നുണ്ട്. വേറെ വളങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവന്റെ മൂത്രം വളമായിട്ട് ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ അവന്റെ സെമൻ ഇല്ലേ, അതായത് ബീജം ഇല്ലേ, അത് അവൻ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ അവന്റെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇല്ലായിരുന്നോ, ആ പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കിയിട്ടാണ് അവൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത്. അന്ന് രാത്രിയാകുമ്പോൾ അവൻ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ തീയിടുകയാണ്. ആ തീയിന്റെ അടുത്ത് വന്നിരുന്നിട്ട് അവന്റെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇല്ലേ, ആ പെൺകുട്ടിയുടെ ഫോട്ടോ വലിച്ചു കീറി തീയിലിടുന്നുണ്ട്. ഇനിയിപ്പോൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോ അവന് ആവശ്യം കാണത്തില്ല. അതുകൊണ്ടായിരിക്കും അത് തീയിലിട്ടത്. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോവാണ്. പിറ്റേ ദിവസം ആകുമ്പോൾ അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ്. അവന്റെ ട്രാപ്പുകളുടെ ശബ്ദം കേട്ടിട്ടാണ് അവൻ എണീറ്റേക്കുന്നത്. അവൻ എത്രയും പെട്ടെന്ന് തന്നെ വെപ്രാളപ്പെട്ട് അവന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അതുപോലെ തന്നെ തോക്കും എടുത്തിട്ട് അവിടെ ഒരു ജനലുണ്ട്. ആ ജനൽ വഴി പതിയെ പുറത്തോട്ട് നോക്കും. അവൻ തല വെച്ച് നോക്കുന്നില്ല, പകരം അവന്റെ ഒരു കണ്ണാടിയുണ്ട്. ആ കണ്ണാടി വെച്ച് പുറത്തോട്ട് നോക്കുമ്പോൾ പുറത്ത് രണ്ട് മനുഷ്യർ നിപ്പുണ്ട്. അവൻ പതിയെ ഡോറൊക്കെ തുറന്ന് ആ തോക്കും എടുത്ത് അവർക്ക് നേരെ അങ്ങനെ നിൽക്കുകയാണ്. ഒരടി മുമ്പോട്ട് വെച്ചാൽ അവരെ ഷൂട്ട് ചെയ്യും എന്നതുപോലെ. അതൊരു അമ്മയും മോളുമാണ് വന്നിരിക്കുന്നത്. ആ അമ്മ പറയും, ഞങ്ങളുടെ കയ്യിൽ കുറച്ചധികം സാധനങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷെ നിങ്ങൾ കഴിക്കാനായിട്ട് ഫുഡ് തരണമെന്ന് പറയും. ആ അമ്മ ആദ്യം തന്നെ കുറച്ചധികം ഗോൾഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഗോൾഡ് കൊണ്ടൊന്നും യാതൊരു ഉപയോഗമില്ല. അതുകൊണ്ട് തന്നെ മാക്സ് വേണ്ടാന്ന് പറയും. അത് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അമ്മ കുറച്ചധികം വിത്ത് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പലതരം ചെടികളുടെ വിത്ത്. അത് അവൻ എറിഞ്ഞു കൊടുക്കുമ്പോൾ അവൻ അത് എടുത്ത് നോക്കാണ്. അവന് നല്ല പേടിയുണ്ട്. ഈ അമ്മയുടെയും മോളുടെയും കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലോ അവര് മാക്സിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണെങ്കിലോ ആ ഒരു പേടിയിൽ അവൻ പതിയെ വിത്തെടുത്ത് നോക്കാണ്. പക്ഷെ അവൻ ആ വിത്ത് വേണ്ട, അത് തിരിച്ചറിഞ്ഞു കൊടുക്കാണ്. അവരോട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറയും, അല്ലെങ്കിൽ അവൻ ഷൂട്ട് ചെയ്യുമെന്ന് പറയും. എന്നാൽ ആ അമ്മ പറയും, എന്റെ മോളുണ്ട്, ആ മോളെ നിനക്ക് തരാമെന്ന്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അവൻ അതിന് സമ്മതിക്കും. അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്തും മോളുടെ അടുത്തും വീട്ടിന്റെ അകത്തോട്ട് കയറി വരാനായിട്ട് പറയാണ്. അവൻ പേടിച്ച് തോക്കും കൊണ്ട് അമ്മേനെയും മോളെ വീട്ടിന്റെ അകത്ത് കയറ്റിയിട്ട് അവരെ കട്ടിലിരുത്താണ്. അവൻ ഇപ്പോഴും പേടിച്ച് തോക്ക് ചൂണ്ടി നിർത്തിയൊക്കെയാണ് അവരെ. എന്നിട്ട് അവനാണെങ്കിൽ അവരോട് ഇവിടെ നനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോവും. അവന്റെ തോക്കൊക്കെ എടുത്തിട്ട് ചുറ്റുവട്ടത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവരുടെ കൂടെ ആരെങ്കിലും വന്നിട്ട് അവന്റെ വീടും അതുപോലെ തന്നെ അവന്റെ കൃഷിയിടവും അടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നതാണെങ്കിലോ അവനെ കൊന്നതിന് ശേഷം. അതുകൊണ്ട് തന്നെ ചുറ്റും നോക്കുമ്പോൾ ആരെയും കാണാനൊന്നുമില്ല. താഴെന്നൊരു കസേര കിട്ടുന്നുണ്ട്. ആ കസേര എടുത്തിട്ട് അവൻ തിരിച്ചു പോവാണ്. എന്തായാലും അകത്ത് വരുമ്പോൾ അമ്മയും മോളും അവൻ ഇരുത്തിയിരുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങിയിട്ടില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അമ്മയും മോളെയും വിളിച്ചിരുത്തി അവൻ പാചകം ചെയ്ത് ആ ഭക്ഷണം അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. അവർ കഴിക്കുന്ന നേരത്ത് മാക്സ് അവന്റെ തോക്കും പിടിച്ച് അവർക്ക് നേരെ അങ്ങനെ ഇരിക്കുകയാണ്. അവന് നല്ല പേടിയുണ്ട് അവർ ആക്രമിക്കുമെന്ന്. പക്ഷേ അമ്മയും മോളും ആക്രമിക്കുന്നൊന്നുമില്ല. അവര് വിശന്നിട്ട് നല്ല ആർത്തിയോടെ ആ ഫുഡ് കഴിക്കുകയാണ്. പിന്നീട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ആ അമ്മയോട് മാക്സ് ആ റൂമിൽ കയറി പോകാനായിട്ട് പറയാണ്. അമ്മയും റൂമിൽ കയറി പോകുന്നുണ്ട്. ഇനിയിപ്പോ മാക്സ് എന്താ ചെയ്യാൻ പോണേന്ന് അറിയാമോ? ആ പെൺകുട്ടി ഉപയോഗിക്കാനായിട്ട് പോവാണ്. കാരണം അവൻ അവർക്ക് ഫുഡ് കൊടുത്തല്ലോ. അമ്മ പോണേന്ന് മുമ്പ് പ്രത്യേകം അവനോട് പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ ഉള്ളിൽ സെമൻ നിക്ഷേപിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവൾ പ്രഗ്നന്റ് ആവും. പക്ഷെ മാക്സ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ സ്ത്രീയെ ആ റൂമിലിട്ട് പൂട്ടാണ്. അതിനുശേഷം ആ പെൺകുട്ടിയുടെ അടുത്ത് വരുമ്പോൾ പെൺകുട്ടി പതിയെ അവളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഇട്ടേക്കുന്ന ഡ്രസ്സെല്ലാം ഊരിക്കളയാണ്. ആ പെൺകുട്ടിക്ക് ഒരു പേര് കൊടുക്കണ്ടേ. അവളെ നമുക്ക് ആലിസ് എന്ന് പറയാം. ഇപ്പൊ ആലിസ്
ആണെങ്കിൽ അവളുടെ ഡ്രസ്സെല്ലാം ഊരി മാറ്റി ഫുള്ള് നേക്കഡ് ആയിട്ടുണ്ട്. പതിയെ ആ കട്ടിലിൽ വന്നിരിക്കുകയാണ്. അവനും അവളുടെ അടുത്ത് പതിയെ വന്നിരിക്കും. അവള് പതിയെ അവനെ തൊട്ടു നോക്കുന്നുണ്ട്. അവന്റെ മുഖത്തെല്ലാം ഒരുപാടധികം താടി മീശയുണ്ട്. അവളിപ്പോ പതിയെ എണീറ്റ് പോയിട്ട് അവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടില്ലേ, ആ വെള്ളം എടുത്തിട്ട് അവളുടെ ദേഹം കഴുകാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പൊ അവൾ അവിടെ നോക്കുമ്പോൾ ഒരു കത്തി ഇരിപ്പുണ്ട്. ആ കത്തി അവൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എടുക്കാണ്. ഇത് കണ്ട് പേടിച്ചിട്ട് മാക്സ് എത്രയും പെട്ടെന്ന് അവളെ ചെന്ന് പിടിച്ചിട്ട് നീ ആ കത്തി എടുത്ത് എന്നെ കുത്തിക്കൊല്ലാനായിട്ട് നോക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, അല്ല, നിങ്ങളുടെ താടിയും മുടിയും എല്ലാം ഒരുപാട് വളർന്നിട്ടുണ്ട്, അത് ഷേവ് ചെയ്യാനായിട്ടാണ് എടുത്തതെന്ന് പറയും. എന്നിട്ട് മാക്സ് അവളെ വെറുതെ വിടുന്നില്ല. അതുകൊണ്ട് തന്നെ പതിയെ അവൾ അവനെ സെഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ അവനും അതിൽ വീണു പോവാണ്. പിന്നീട് അന്ന് രാത്രി ഇവര് തമ്മിൽ ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും അവിടെ കിടക്കുകയാണ്. ഇതുവരെ ആ അമ്മേനെ തുറന്നു വിട്ടിട്ടില്ല. അവർ ആ റൂമിലാണ്. ഈ അമ്മയുടെ സമ്മതപ്രകാരമാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇവർക്ക് ഫുഡ് കിട്ടാത്തതുകൊണ്ടാണ് ശരീരം ഇങ്ങനെ കൊടുക്കുന്നത്. ഇപ്പൊ മാക്സ് വന്നിട്ട് അമ്മയുടെ റൂം തുറക്കുകയാണ്. മോള് കൂടെ വരും. അതായത് ആലിസ് കൂടെ വന്നിട്ട് അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്. മാക്സ് ഒറ്റയ്ക്കാണ് പുറത്തുള്ള കട്ടിലിൽ കിടക്കുന്നത്. അതായത് ഹാള് റൂമും പോലെയാണ്. ഹാളില് മാക്സ് കിടക്കും, അതുപോലെ തന്നെ റൂമില് ആ അമ്മയും മോളും കിടക്കും. അങ്ങനെ അന്നത്തെ രാത്രി കടന്നു പോവാണ്. പിറ്റേ ദിവസം തന്നെ ഇവരെല്ലാരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇപ്പോഴും മാക്സിന് ഇവരെ വിശ്വാസം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കയ്യിൽ തോക്ക് പിടിച്ചിട്ടാണ് ഇവർക്ക് നേരെ അങ്ങനെ ഇരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ആലിസ് അവിടെ നിന്ന് എണീറ്റ് മാറിപ്പോവാണ്. അന്നേരം ഈ അമ്മ മാക്സിനോടൊരു കാര്യം പറയുന്നുണ്ട്. ആലിസിന് മാക്സിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന്. എന്നാൽ മാക്സ് പറയും, അതൊന്നും നടക്കത്തില്ല, നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പൊക്കോണമെന്ന്. എന്നിട്ട് അവൻ തോക്കെടുത്ത് അമ്മയ്ക്ക് നേരെ കാണിക്കുകയാണ്. അങ്ങനെ അമ്മയും ആലിസും കൂടെ ബാഗൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ആലിസിന് പോകാനായിട്ട് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ നിന്ന് കത്തി എടുക്കുന്നുണ്ട്. അത് രണ്ടും എടുത്തിട്ട് മാക്സിന്റെ അടുത്ത് വരും. മാക്സ് അവിടെ ഇരിക്കുകയാണ് ഈ നേരം. മാക്സിന് നല്ല പേടിയുണ്ട് അവൾ ആ കത്തി വെച്ച് അവൻ എന്തേലും ചെയ്യുമെന്ന്. പക്ഷേ അവൾ അവനെ ഷേവ് ചെയ്യാനായിട്ടാണ് വരുന്നത്. അവൻ തോക്കൊക്കെ എടുത്ത് ലോഡ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തേലും ചെയ്യുവാണെങ്കിൽ, അവള് കത്തി വെച്ച് ആക്രമിക്കുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ടാണ്. എന്നാൽ അവൾ ആക്രമിക്കുന്നൊന്നുമില്ല. പതിയെ പതിയെ അവന്റെ താടിയെല്ലാം ഷേവ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ നേരം എല്ലാം അമ്മ പുറത്ത് നിൽപ്പുണ്ട്. ഇപ്പൊ മാക്സിന് താടിയെല്ലാം ഷേവ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ അവന് ചെറിയ വിശ്വാസമുണ്ട്. അവനെ അവരെ ആക്രമിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ അമ്മയോടും മോളോടും പോണ്ടാന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി ഇവരെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ ഇവരെല്ലാരും കൂടെ പാടത്തിറങ്ങിയിട്ട് പണിയെടുക്കാനായിട്ട് തുടങ്ങും. ഇവർക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ആഹാരം വേണമല്ലോ. അതുകൊണ്ട് തന്നെ ചെടി നട്ടിട്ട് വേണം കഴിക്കാൻ. ആ ചെടികളെ പരിപാലിക്കുകയാണ്. ഈ നേരം ആലിസ് എല്ലാ പരിപാടികളും ഒതുക്കിയതിനു ശേഷം ഒരു മരച്ചുവട്ടിൽ വരുന്നുണ്ട്. അവളുടെ കയ്യിൽ തന്നെ മാക്സിന്റെ ഹാർമോണിയം ഉണ്ട്. അവൾ വീട്ടിൽ നിന്ന് എവിടെ നിന്നോ എടുത്തതാണ്. ആ ഒരു ഹാർമോണിയം ഇരുന്ന് വായിക്കുകയാണ്. ഇത് മാക്സ് കേൾക്കുന്നുണ്ട്. മാക്സും പതിയെ ആലിസിന്റെ അടുത്ത് പോയിരുന്നിട്ട് ആ ഒരു ഹാർമോണിയം വായിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഇതേ നേരം അമ്മ എന്ത് ചെയ്യാന്ന് നോക്കിയാൽ അവര് വീട്ടിൽ വന്നിട്ടുണ്ട്. മാക്സിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് മാക്സ് അറിയാതെ ആ വീടിനുള്ളിൽ പരിശോധിക്കുകയാണ്. പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ നിന്നൊരു പെട്ടി കിട്ടുന്നുണ്ട്. ആ പെട്ടിക്കുള്ളിൽ കുറച്ചധികം സിഗരറ്റ് ഉണ്ട്. ഇവർക്ക് വേറെ എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. ഇപ്പൊ പരിശോധിച്ചപ്പോൾ സിഗരറ്റ് ആണ് കിട്ടിയത്. എന്നാൽ അവര് വേറെ എന്തോ കാര്യമാണ് തേടുന്നത്. പക്ഷെ അത് കിട്ടിയിട്ടില്ല. അതുപോലെ അവിടെ നിന്നൊരു ഫോട്ടോ കിട്ടുന്നുണ്ട്. ആ ഫോട്ടോയിൽ രണ്ട് പിള്ളേരും അതുപോലെ തന്നെ ഒരു അമ്മയും നിൽക്കുന്നതാണ്. ആ ലേഡിക്ക് ആ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും അതിലൊരു പയ്യൻ മാക്സ് ആണെന്നുള്ള കാര്യം. എന്തായാലും അന്ന് രാത്രിയാകുമ്പോൾ മാക്സ് പുറത്തു പോയി അങ്ങനെ നിൽക്കുകയാണ്. അതേ നേരം തന്നെ ഈ അമ്മയും അതുപോലെ തന്നെ മോളും കൂടെ, അതായത് ആലിസും കൂടെ വീടിനുള്ളിലിരുന്ന് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവര് പ്ലാൻ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ മാക്സിനെ തട്ടാൻ വേണ്ടിയിട്ടാണ്. മാക്സിന്റെ കോട്ടിന്റെ പോക്കറ്റിലാണ് തോക്കിന്റെ ബുള്ളറ്റ് ഉള്ളത്. അത് അടിച്ചു മാറ്റാനായിട്ട് അമ്മ ആലിസിനോട് പറയുന്നുണ്ട്. ആലിസും അതുപോലെ തന്നെ അത് അടിച്ചു മാറ്റാന്ന് പറയാണ്. പിന്നീട് അന്നത്തെ രാത്രി അമ്മേനെ പൂട്ടിയിട്ടതിന് ശേഷം ആലിസും അതുപോലെ തന്നെ മാക്സും കൂടെ ബന്ധപ്പെടുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ കിടക്കുമ്പോൾ മാക്സ് ഉറങ്ങിയിട്ടുണ്ട്. ആലിസ് ആണെങ്കിൽ പതിയെ മാക്സ് അറിയാതെ അവന്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിൽ കിടക്കുന്ന കോട്ടിൽ നിന്ന് 2 ബുള്ളറ്റ് അടിച്ചു മാറ്റുകയാണ്. അത് അടിച്ചു മാറ്റുമ്പോൾ മാക്സ് ഉണർന്നിട്ടുണ്ട്. പക്ഷെ അവ അറിഞ്ഞിട്ടില്ല അവൾ അടിച്ചു മാറ്റിയ കാര്യം. അവൻ എന്താ വിചാരിക്കുക, ഇവനോടുള്ള ഇഷ്ടം കാരണം അവൾ അങ്ങനെ മുകളിൽ കയറി ഇരുന്നയാണെന്നാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീണ്ടും ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങാണ്. ഈ നേരം ആലിസ് അവൻ അറിയാതെ ആ ഒരു ബുള്ളറ്റ് തലയിണയുടെ അടിയിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം പോയതിനു ശേഷം പിറ്റേ ദിവസം തന്നെ മാക്സും അതുപോലെ തന്നെ ആ ഒരു അമ്മയും കൂടെ പുറത്തു വന്ന് ജോലി ചെയ്യാനായിട്ട് തുടങ്ങും. മാക്സ് ആണെങ്കിൽ ജോലി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അവൻ ആ ജോലിയിൽ അത്രയധികം മുഴുകിയിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മ അകത്ത് കയറി പോകുമ്പോൾ ആലിസ് അതിന്റെ അകത്തിരിപ്പുണ്ട്. ആലിസ് ആണെങ്കിൽ അവൾ ഇന്നലെ രാത്രി അടിച്ചു മാറ്റിയ ബുള്ളറ്റ് അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അമ്മ കോട്ടിൽ അത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ അവിടെ നിന്നൊരു മൺവട്ടി എടുക്കുന്നുണ്ട്. ആ മൺവട്ടി എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങി ചെല്ലും. അതേ നേരം തന്നെ ആലിസ് ആണെങ്കിൽ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് തൊട്ടടുത്തൊരു തോടില്ലേ, ആ തോട്ടിൽ പോകുന്നുണ്ട്. ആ തോട്ടിൽ പോയിട്ട് അവളുടെ പാഡ് അവള് ചേഞ്ച് ചെയ്യാണ്. പാടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉപയോഗിക്കുന്ന പോലത്തെ പാടല്ല, പകരം തുണിയാണ്. ആ തുണിയിൽ ബ്ലഡ് സ്റ്റെയിൻ പറ്റിയിരിപ്പുണ്ട്. അതിനർത്ഥം അവള് പീരീഡ്സ് ആയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കാണ്. ഇതേ നേരം മാക്സ് അവിടെ ഇരുന്ന് ആ ഒരു ചെടികളെല്ലാം പരിപാലിക്കുകയല്ലേ. ഇപ്പൊ അമ്മ പതിയെ മാക്സ് അറിയാതെ അവന്റെ പിന്നിലൂടെ ആ ഒരു മൺമട്ടി എടുത്തിട്ട് അവനെ അടിച്ചു കൊല്ലാനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ മാക്സ് നോക്കുമ്പോൾ താഴെയായിട്ട് ഒരു ഫുട് പ്രിന്റ് കാണാം. അതായത് പരിചയമില്ലാത്ത ഒരാളുടെ ഷൂവിന്റെ പാട്. ഇത് കണ്ടതും അവൻ ടെൻഷൻ ആവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് അമ്മയോട് ആലിസ് എവിടെ പോയെന്ന് ചോദിക്കും. ആലിസ് തോട്ടിൽ പോയെന്ന് അമ്മ പറയുമ്പോൾ മാക്സ് ആണെങ്കിൽ ടെൻഷനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ
തോടിന് നേരെ ഓടാനായിട്ട് തുടങ്ങും. ഇതേ നേരം തന്നെ ആലിസിനെ കാണിക്കുമ്പോൾ ആലിസ് തോട്ടിലിരുന്ന് ആ ഒരു തുണിയൊക്കെ കഴുകുകയല്ലേ, അപ്പോഴായിരിക്കും അവളുടെ പിന്നിലൂടെ ആരോ വന്ന് അവളെ പിടിക്കുന്നത്. അവളുടെ തലയിൽ തോക്കും വെച്ചിട്ടുണ്ട്. അത് വേറെ ഏതോ ഒരു മനുഷ്യനാണ്. ആലിസിന്റെ തലയിൽ തോക്ക് വെച്ചതിന് ശേഷം അയാൾ ആലിസിനെ ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവൾക്കൊന്നും ചെയ്യാനായിട്ടും പറ്റുന്നില്ല. ഇതേ നേരം തന്നെ മാക്സും അമ്മയും കൂടെ ഓടി ആ തോട്ടിന്റെ കര വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോൾ ആലിസിനെ കാണാനായിട്ടില്ല. മാക്സ് അവന്റെ കയ്യിലിരിക്കുന്ന തോക്കും എടുത്തിട്ട് ആലിസിനെ പരതി അങ്ങനെ ഇറങ്ങാണ്. അതുപോലെ തന്നെ അമ്മ വേറെ ദിശയിൽ പോയിട്ടുണ്ട് ആലിസിന്റെ പേരും വിളിച്ചിട്ട്. പക്ഷെ ആലിസിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പൊ മാക്സ് ആണെങ്കിൽ ആലിസിനെ അന്വേഷിച്ചൊരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവിടെ നിറച്ച് കാടാണ്, അതായത് വലിയ വലിയ പുല്ലുകളാണ്. മാക്സ് അവിടെ നിന്ന് നോക്കുമ്പോൾ ആലിസിനെ കാണുന്നില്ല. ഇപ്പൊ മാക്സ് അവിടെ നിന്ന് നോക്കുമ്പോൾ തോക്കിനകത്ത് ഉണ്ടയില്ല. അതുകൊണ്ട് തന്നെ തോക്കിലുള്ള ആ ഒരു ഉണ്ട ഇടാനായിട്ട് അവൻ അവന്റെ കോട്ടിന്റെ പോക്കറ്റ് നോക്കും. പക്ഷെ അതിൽ ഉണ്ടയില്ല. അത് കാണുമ്പോൾ അവനൊരു കാര്യം മനസ്സിലാവും, അവൻ ചതിക്കപ്പെട്ടു. അവൻ അറിയാതെ തന്നെ അവന്റെ തോക്കിലെ ബുള്ളറ്റ് അവരടിച്ചു മാറ്റി. ആര്? അമ്മയും മോളും അടിച്ചു മാറ്റി. ഇപ്പൊ ആലിസ് എന്ത് ചെയ്യാന്ന് നോക്കിയാൽ ആലിസിനെ ആ മനുഷ്യൻ താഴെ പിടിച്ച് കിടത്തിയിട്ട് അവളുടെ തലയിൽ തോക്ക് വെച്ചിട്ട് അവളുടെ മുകളിൽ കയറിയിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ മാക്സ് നിൽപ്പുണ്ട്. പക്ഷെ മാക്സ് ഇത് കാണുന്നില്ലല്ലോ. ഇയാൾ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എണീറ്റിട്ട് മാക്സിന് നേരെ ഷൂട്ട് ചെയ്യും. കറക്റ്റ് മാക്സിന്റെ വയറിൽ കൊണ്ടിട്ട് മാക്സ് താഴെ വീഴാണ്. ഉടനടി ഇയാള് ആലിസിനെയും പൊക്കിയെടുത്തിട്ട് മാക്സിന്റെ അടുത്തോട്ട് ചെല്ലും. മാക്സിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ മാക്സിന് ബോധമില്ല. അവൻ എങ്ങനെ താഴെ കിടക്കാണ്. ഇയാൾ പെട്ടെന്ന് തന്നെ മാക്സിനെ കൊല്ലാനായിട്ട് അടുത്തോട്ട് ചെല്ലും. പക്ഷെ മാക്സ് അഭിനയിച്ച് കിടന്നതായിരുന്നു. അവന്റെ ഒരു കത്തിയും കൂടെ ഉണ്ടായിരുന്നു. ആ കത്തി എടുത്ത് ഇയാളുടെ കഴുത്ത് നോക്കി കുത്തി കയറ്റുകയാണ്. ഇയാളുടെ തോക്കുണ്ടായിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. കഴുത്തിൽ കുത്തേറ്റിട്ട് താഴെ വീണ് പെടഞ്ഞ് മരിക്കുകയാണ്. ആലിസ് ഇതെല്ലാം നോക്കി അവിടെ നിൽപ്പുണ്ട്. ആലിസിനൊന്നും പറ്റിയിട്ടില്ല. അന്നേരമായിരിക്കും അമ്മ കൂടെ അങ്ങോട്ട് ഓടി വരുന്നത്. ഇപ്പോൾ നമ്മുടെ മാക്സിന് വയ്യല്ലോ, അതുകൊണ്ട് തന്നെ ആലിസ് മാക്സിനെയും പൊക്കിയെടുത്ത് വീട്ടിൽ വരുന്നുണ്ട്. മറ്റേ ആൾ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ കൂടെ തന്നെ അമ്മയും വന്നിട്ടുണ്ട്. ഇപ്പൊ മാക്സിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തുമ്പോൾ അവൻ ഒട്ടും വയ്യ. ശരീരത്തിൽ നിന്ന് ബ്ലഡും പോകുന്നുണ്ട്, നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. എന്നാൽ ആലിസ് ആണെങ്കിൽ അവനെ പരിപാലിക്കുന്നുണ്ട്. അവന്റെ മുറിവിലെല്ലാം മരുന്ന് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ മുറിവ് കീറിയിട്ട് അതിനുള്ളിലുള്ള ബുള്ളറ്റ് പുറത്തെടുക്കുന്നുണ്ട്. അതുപോലെ ആ അമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരേതോ ഡോക്ടറോ മറ്റോ ആയിരുന്നെന്ന് തോന്നുന്നു. അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ അറിയാം. എന്നിട്ട് ഇവര് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ആര്? അമ്മ അടുപ്പിന് നേരെ ചെന്നിട്ട് അവിടെ തന്നെ ഒരു കമ്പി ഉണ്ടായിരുന്നു. ആ കമ്പി എടുത്തിട്ട് മാക്സിന്റെ മുറിവിൽ വെക്കുകയാണ്. ആ മുറിവ് അല്ലാതെ ഉണക്കാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. അതിൽ നിന്ന് രക്തം പോകുന്നത് നിൽക്കാനായിട്ടാണ് ആ ഒരു ചൂട് അതിനകത്ത് വെക്കുന്നത്. അങ്ങനെ ആ ഒരു മുറിവ് ഉണങ്ങുന്നുണ്ട്. ഉണങ്ങാന്ന് പറഞ്ഞാൽ ഉരുകി ചേരുകയാണ് ചെയ്യുന്നത്. മാക്സ് ഒരുപാട് വേദന കടിച്ചു പിടിക്കുന്നുണ്ട്. അവരവനെ പരിപാലിച്ചു കഴിഞ്ഞതും മാക്സ് ചാടി എണീയും. അവന്റെ തന്നെ ആ മനുഷ്യന്റെ തോക്കുണ്ട്. നേരത്തെ കൊന്ന മനുഷ്യന്റെ തോക്കില്ലേ, ആ തോക്ക് ഇവർക്ക് നേരെ കാണിക്കുന്നുണ്ട്. അമ്മയുടെ കയ്യിൽ അവന്റെ വലിയ തോക്കുണ്ട്. പക്ഷെ അവൻ അത് മൈൻഡ് ചെയ്യാതെ അമ്മയുടെ റൂമിലോട്ട് കയറിപ്പോകാൻ പറയും. കൂടെ തന്നെ ആലിസിനോടും പറയും. കാരണം മാക്സിന് അവരെ വിശ്വാസമില്ല. അവന്റെ കോട്ടിലുള്ള ബുള്ളറ്റ് എവരാണ് അടിച്ചു മാറ്റിയെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരെയും ആ റൂമിലോട്ട് പൂട്ടുകയാണ്. പിന്നീട് അവന് പാവം തോന്നിയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയതിനു ശേഷം അവരെ വന്ന് തുറന്നു വിടുകയാണ്. അന്നത്തെ രാത്രി അവരെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ദിവസങ്ങൾ അങ്ങനെ പോവാണ്. പക്ഷെ ഇതുവരെ മാക്സിന്റെ വയറ്റിലുള്ള ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് അതിൽ കെട്ടിയിരിക്കുന്ന തുണി മാറ്റി നോക്കുമ്പോൾ അതങ്ങനെ ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആകെ ക്ഷീണിച്ച് ഒരു ദിവസം ഒരു സ്ഥലത്ത് വന്ന് അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മാക്സ് അമ്മേനെയും മോളെ റൂമിൽ പൂട്ടിയിട്ടതിന് ശേഷം അവന്റെ ബെഡിൽ വന്ന് കിടക്കും. അങ്ങനെ കിടക്കുമ്പോൾ അവന്റെ വയറ്റിലുള്ള ആ ഒരു തുണി മാറ്റി നോക്കുമ്പോൾ ഒരു കാര്യം കണ്ടവൻ ഞെട്ടിപ്പോവാണ്. വയറ്റിലാകട്ടെ പുഴു അരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ മുറിവിൽ പുഴു കയറിയിട്ടുണ്ട്. ഇത് കണ്ട് പേടിച്ചിട്ട് അവ എത്രയും പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് ആ റൂമിൽ കിടക്കുന്ന അമ്മയും മോളെയും ചെന്ന് വിളിക്കും. എന്റെ വയറിൽ പുഴു കയറിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആലിസ് വന്നിട്ട് അവന്റെ മുറിവെല്ലാം റെഡിയാക്കി കൊടുക്കുകയാണ്. അതിലുള്ള പുഴുവിനെയൊക്കെ എടുത്തു കളഞ്ഞ് അതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല വേദനയാണല്ലോ ഈ മുറിവ് വന്നത് കൊണ്ട് തന്നെ. ആ വേദനയിൽ അവൻ കിടക്കുന്ന നേരത്ത് ആലിസ് എന്താ ചെയ്യുന്നതെന്നറിയാമോ? അവന്റെ കയ്യിൽ തന്നെ തോക്കുണ്ടായിരുന്നു. ആ തോക്ക് അവൻ അറിയാതെ പതിയെ എടുക്കുകയാണ്. അവന് ബോധമില്ലാത്തത് കൊണ്ട് തന്നെ തോക്കെടുത്ത കാര്യം അവ അറിഞ്ഞിട്ടില്ല. പിന്നീട് അവൾ ആ തോക്കും എടുത്ത് പുറത്തു വരുന്നുണ്ട്. പുറത്ത് തന്നെ അമ്മ വെയിറ്റിംഗ് ആണ്. അമ്മയോട് പറയും അവൻ ഒട്ടും വയ്യ, അവൻ ചിലപ്പോൾ മരണപ്പെട്ടു പോയിക്കാന്ന്. എന്നാൽ അമ്മ പറയുന്നത് അവനെ കൊന്നു കളയാനാണ്. പക്ഷേ ആലിസിന് അവനോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവനെ കൊന്നു കളയണ്ട, അവൻ നമ്മളെ സഹായിക്കുകയാണ് ചെയ്തത്. എന്നെ അയാളിൽ നിന്ന് രക്ഷിച്ചത് അവനാണ്. അതുകൊണ്ട് കൊന്നു കളയാൻ പറ്റത്തില്ല എന്ന് അമ്മയോട് പറയും. ഈ അമ്മയുടെ പ്ലാൻ മറ്റൊന്നും അല്ലായിരുന്നു. അവനെ കൊന്നതിന് ശേഷം അമ്മയ്ക്കും മോൾക്കും, അതായത് ആലിസിനും അമ്മയ്ക്കൂടെ ഇവിടെ ജീവിക്കണമെന്നായിരുന്നു അമ്മയുടെ പ്ലാൻ. പക്ഷേ ആലിസിന്റെ മൈൻഡ് മാറി. അവൾക്ക് അവനെ കൊല്ലാനായിട്ട് മനസ്സ് വരുന്നില്ല. എന്തായാലും അയാളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും പിന്നെ അവളുടെ കൂടെ ഒരുപാട് നേരം പങ്കിട്ടതുമല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇഷ്ടം കാണത്തില്ലേ, ഇത്തിരിയെങ്കിലും കാണത്തില്ലേ? അവൾക്ക് അതേപോലെ തന്നെ ഇഷ്ടമുണ്ട്. പിന്നീട് ആലിസ് അമ്മേനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് മാക്സിന്റെ അടുത്ത് വരികയാണ്. മാക്സിന്റെ ശരീരത്തുള്ള ഡ്രസ്സെല്ലാം ഊരിക്കളയുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെയും മോളുടെയും ദേഹത്തുള്ള ഡ്രസ്സെല്ലാം ഊരിക്കളയാണ്. എന്നിട്ട് മാക്സിന്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അതേപോലെ അവന്റെ ദേഹം എല്ലാം മസാജും ചെയ്തു കൊടുക്കുന്നുണ്ട്. അവന്റെ ദേഹത്തൊട്ട് രക്തയോട്ടം ഇല്ല. ഇങ്ങനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവൻ മരണപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ അവന് ചൂട് കൊടുക്കാനായിട്ട് അവന്റെ ദേഹത്തൂടെ രക്തയോട്ടം പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ മാക്സ് ഉറങ്ങി കിടക്കുകയല്ലേ, അന്നേരം അവൻ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അവൻ മുഴുവനെ ആ ഒരു കാട്ടിലൂടെ നടന്നു പോവാണ്. നടന്നു പോകുമ്പോൾ അവനും അവന്റെ സഹോദരനും ഓടി പോകുന്നതായിട്ട് കാണാം. അവരുടെ പിന്നാലെ തന്നെ ആരൊക്കെയോ
വന്നിട്ടുണ്ട്. പക്ഷെ അവൻ അത് ഫുള്ളായിട്ട് കാണുന്നില്ല. പിറ്റേ ദിവസം ആകുമ്പോൾ അവൻ കണ്ണ് തുറക്കാണ്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവൻ അമ്മയെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ അമ്മ വന്നിട്ട് അവന് ഭക്ഷണമൊക്കെ കോരി കൊടുക്കുകയാണ്. അവന് വയ്യാത്തത് കൊണ്ട് തന്നെ അവനെ പരിപാലിച്ചത് ആലിസും ആ അമ്മയും കൂടാണ്. അതുകൊണ്ട് തന്നെ അമ്മേനെയും ആലിസിനെയും അവന് വിശ്വാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് അവന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പുറത്തോട്ട് വരുമ്പോൾ ആലിസ് അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഇതേ നേരം അമ്മ അവിടുത്തെ ആ ഒരു തോട്ടിൽ വന്നിട്ട് അവിടെ അങ്ങനെ നീന്തി കുളിക്കുകയാണ്. പിന്നീട് ആലിസ് ജോലിയെല്ലാം ഒതുക്കിയതിനു ശേഷം വീട്ടിൽ വരുന്നുണ്ട്. അവൾക്ക് വീട്ടിൽ നിന്നൊരു ബുക്ക് കിട്ടുകയാണ്. ആ ബുക്ക് എടുത്തുകൊണ്ട് വെച്ച് അവൾ വായിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാനില്ലല്ലോ, അതുകൊണ്ടാണ് ബുക്ക് വായിക്കുന്നത്. ഈ നേരം അമ്മയും കുളിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ട്. അവരുടെ കയ്യിൽ തന്നെ ഒരു ഫോട്ടോ ഉണ്ട്. നമ്മുടെ മാക്സിന്റെ അമ്മയുടെയും അതുപോലെ തന്നെ ബ്രദറിന്റെയും ഫോട്ടോയാണ്. ഇപ്പൊ മാക്സും അവിടെ ഇരിപ്പുണ്ട്. മാക്സിനോട് അമ്മ ചോദിക്കും, നിന്റെ ബ്രദറിന് എന്താ പറ്റിയെന്ന്. അപ്പൊ അവൻ പറയും, എന്റെ ബ്രദർ ഒരു സ്ഥലത്ത് പോയി, പക്ഷെ അവന്റെ സൂക്ഷ്മക്കുറവ് കാരണം അവൻ മരണപ്പെട്ടു പോയെന്ന്. എന്ത് സൂക്ഷ്മക്കുറവാന്ന് അറിയത്തില്ല, അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. പിന്നീടുള്ള ദിവസങ്ങളിൽ അമ്മയും അതുപോലെ തന്നെ മാക്സും കൂടെ കാട്ടിൽ പോകുന്നുണ്ട്. കാട്ടിൽ പോയിട്ട് അമ്മ മരത്തിന്റെ മുകളിലെല്ലാം വലിഞ്ഞു കയറും. എന്നിട്ട് അവിടെ വല്ല കാക്കമുട്ട ഉണ്ടെങ്കിൽ അത് പറക്കിയെടുക്കും. ഇവർക്ക് പ്രോട്ടീൻ ആയിട്ടൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും മീറ്റോ അല്ലെങ്കിൽ ഇറച്ചിയോ മുട്ടയൊക്കെ വേണ്ടേ, അല്ലെങ്കിൽ മനുഷ്യന് ജീവിച്ചിരിക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ എന്തെങ്കിലും പ്രോട്ടീൻ ആയിട്ട് കിട്ടാനായിട്ട് കാക്കമുട്ട എടുക്കുന്നതാണ്. ഇതെല്ലാം നോക്കി ആ പാവം കാക്ക അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കാക്കയ്ക്ക് ഇതുവല്ലോ അറിയാമോ, അതിന് അതിന്റെ കുട്ടിയല്ലേ ആ മുട്ട. പിന്നീട് കാക്കമുട്ടയൊക്കെ എടുത്തിട്ട് ഇവര് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ രാത്രിയാവുകയാണ്. രാത്രിയാവുമ്പോൾ മാക്സ് അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ആലിസിനും മാക്സിനോട് ഇപ്പൊ ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ വിളിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടെ സ്നേഹിക്കാനായിട്ട് പോവാണ്. ഇതേ നേരം അമ്മ ഇതെല്ലാം നോക്കി അവിടെ നിൽപ്പുണ്ട്. പണ്ടത്തെ പോലല്ല, ആലിസിന് ഇപ്പോ നമ്മുടെ മാക്സിന് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അന്ന് രാത്രിയാവുമ്പോൾ മാക്സ് ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. കാരണം അവിടെ ചെറിയൊരു അടുപ്പ് പോലെ ഇല്ലേ, ചൂട് കിട്ടാനായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ചെറിയൊരു അടുപ്പ് പോലെ, അതിലെ തീ കെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വിറകെടുക്കണം അത് കത്തിക്കാനായിട്ട്. അപ്പൊ അവൻ വിറകെടുക്കാനായിട്ട് പുറത്തിറങ്ങി ചെല്ലാണ്. അങ്ങനെ വിറകെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തൂടെ ആരൊക്കെ ടോർച്ച് അടിച്ച് നടന്നു പോകുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. അവ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചോടി വീട്ടിൽ വരുന്നുണ്ട്. ഉറങ്ങിക്കിടന്ന ആലീസിനെയും അതുപോലെ തന്നെ അമ്മേനെയും വിളിച്ചുണർത്താണ്. ഇവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് അവൻ ഒരു സൈഡിൽ വന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തോക്കൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ അവിടുത്തെ വാതിലെല്ലാം കുറ്റിയിട്ട് സേഫ് ആയി വെക്കുന്നുണ്ട്. അവരകത്ത് കയറാൻ പാടില്ലല്ലോ. ഇവര് മൂന്നുപേരും കൂടെ അവിടെ ഇരിക്കുമ്പോൾ പുറത്തു വന്ന ആൾക്കാരാണെങ്കിൽ അവിടെ എല്ലാം അങ്ങനെ നടക്കുന്നുണ്ട്. കുറച്ചധികം ആൾക്കാരുണ്ട്, 5-6 പേരുണ്ട്. അവർ ആ ഒരു സ്ഥലത്തൂടെയൊക്കെ അങ്ങനെ നടക്കാണ്. വീട്ടിന്റെ മുകളിൽ വലിഞ്ഞു കയറുന്നുണ്ട്. പക്ഷെ ഡോറ് തുറക്കാനായിട്ട് നോക്കിയിട്ട് അവരെ കൊണ്ട് കഴിയുന്നില്ല. കുറെ നേരം അവർ ശ്രമിച്ചിട്ട് പിന്നീട് അവർ അവിടെ നിന്ന് മാറിപ്പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം ആവുന്ന നേരത്ത് ഇവരെല്ലാരും കൂടെ വീട്ടിന്റെ പുറത്തിറങ്ങി വന്ന് നോക്കാണ്. വന്ന് നോക്കുമ്പോൾ ആ ഒരു കാര്യം കണ്ട് ഇവരെല്ലാരും തകർന്നു പോവാണ്. ഇവർ ഒരുപാട് നാൾ കൃഷി ചെയ്ത ആ ഒരു ചെടികളൊക്കെ ഇല്ലേ, അതെല്ലാം കഴിഞ്ഞ ദിവസം വന്നവന്മാര് ചവിട്ടി മെതിച്ച് നശിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അവർക്ക് കഴിക്കാനായിട്ട് ഇനി ഫുഡൊന്നുമില്ല, അതെല്ലാം വീണ്ടും ഉൽപ്പാദിപ്പിക്കണം. ആ സങ്കടത്തിലാണ് എല്ലാവരും. പിന്നീട് അലീസ് ആണെങ്കിൽ തോട്ടിന്റെ കരയിൽ പോകുന്നുണ്ട്. അവൾക്ക് പീരീഡ്സ് ആവാനായിട്ട് സമയമായിട്ടുണ്ട്. അവൾ അവളുടെ പാഡ് എടുത്ത് നോക്കുകയാണ്. അതായത് ആ ഒരു തുണി കഷ്ണം അതെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ബ്ലഡ് ഇല്ല. അതിനർത്ഥം അവള് പ്രഗ്നന്റ് ആണ്. ഇത്രയും നാള് അവനുമായിട്ട് ബന്ധം വെച്ചതല്ലേ, അപ്പൊ എന്തായാലും അവള് പ്രഗ്നന്റ് ആയി കാണും. എന്നാലും അവള് തിരിച്ചു വന്നിട്ട് ഈ കാര്യങ്ങൾ ബാക്കിയുള്ള ആൾക്കാരോട് പറയുന്നില്ല. അവള് മറച്ചു വെക്കുകയാണ്. അവരുടെ കൂടെ തന്നെ അവളിരുന്ന് ജോലി ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നീട് മാക്സും അതുപോലെ അമ്മയും കൂടെ കാട്ടിലോട്ട് പോകും. എന്തെങ്കിലും ജീവികളെ വേട്ടയാടാൻ കിട്ടുമെന്ന് നോക്കിട്ടെ. എന്നാൽ ഒരു ജീവികളെയും കിട്ടത്തില്ല. പക്ഷെ അമ്മ കുറച്ച് ബെറീസ് എടുത്തിട്ട് ഒരു ട്രാപ്പിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. മാക്സ് പറയുന്നുണ്ട് അത് വേണ്ട, ഒന്നും വന്ന് കുടുങ്ങാനൊന്നും പോകുന്നില്ല എന്ന്. പക്ഷെ അമ്മ അത് അങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. എന്തായാലും ഇവരെല്ലാരും കൂടെ വന്നിരുന്ന് ജോലി ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ജോലി ചെയ്യുന്ന നേരത്ത് ആലീസ് ആണെങ്കിൽ ആരും അറിയാതെ അവിടെ നിന്നൊരു മെറ്റൽ പീസ്, അതായത് ഒരു മെറ്റൽ വയർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അവൾ ഒളിപ്പിച്ച് വെക്കുകയാണ്. അന്ന് രാത്രിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആലീസ് ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. എണീറ്റിട്ട് ആ ഒരു മെറ്റൽ പീസ് ചൂടാക്കുകയാണ്. എന്നിട്ട് പതിയെ അവളുടെ വജൈനയ്ക്കുള്ളിൽ അത് ഇൻസേർട്ട് ചെയ്യാണ്. എന്തിനാണെന്ന് മനസ്സിലായോ? നിങ്ങൾ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് എന്ന് കേട്ടിട്ടില്ലേ? അതായത് പ്രഗ്നന്റ് ആവാതിരിക്കാനായിട്ട് ഒരു മെറ്റൽ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അവൾ പ്രഗ്നന്റ് ആണെന്ന് അവൾക്ക് മനസ്സിലായില്ലേ, അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് കുറച്ചധികം വൈകിപ്പോയി. ചിലപ്പോഴേ അവളെ കൊണ്ട് അത് തടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും അവൾ ഒരുപാടധികം വേദനിച്ച് അത് ഉള്ളിൽ കയറ്റുകയാണ്. അവളുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ഇവര് ജീവിക്കുന്ന സാഹചര്യത്തിൽ ഒരു കുട്ടീനെ കൂടെ വളർത്താനായിട്ട് കഴിയില്ല. അതൊരുപാട് കഷ്ടമാണ്. ഇതേ നേരം തന്നെ ഒരു മുയൽ കുഞ്ഞാണെങ്കിൽ കാട്ടിൽ അങ്ങനെ നിപ്പുണ്ട്. ആ ഒരു ട്രാപ്പ് അമ്മ സെറ്റ് ചെയ്തില്ലായിരുന്നോ, ആ ട്രാപ്പിൽ ആ ബെറി എടുക്കാനായിട്ടാണ് അത് വന്ന് നിൽക്കുന്നത്. പക്ഷെ അത് ട്രാപ്പിൽ കുടുങ്ങുന്നില്ല, അത് രക്ഷപ്പെട്ടു പോവാണ്. പിറ്റേ ദിവസം ആകുമ്പോൾ അമ്മ അലീസിന്റെ അടുത്ത് വന്ന് കിടക്കുകയാണ്. എന്നിട്ട് അലീസിനോട് ഒരു കാര്യം പറയും, മാക്സിനെ നമുക്ക് കൊന്നേ പറ്റൂ, കാരണം ഇവിടെ ഫുഡ് കുറവാണ്, നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ സർവൈവ് ചെയ്യാനായിട്ട് പറ്റൂ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി അവന്റെ താടി പഠിക്കുമ്പോൾ അവന്റെ കഴുത്തറത്ത് കൊന്നേക്കാനായിട്ട് അലീസിനോട് പറയും. പക്ഷെ അലീസിന് മനസ്സ് വരുന്നില്ല. നമുക്ക് അവനെ വിഷം കൊടുത്ത് കൊല്ലാന്ന് അമ്മയോട് പറയും. പിറ്റേ ദിവസം ആകുമ്പോൾ അലീസ് കാട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ കാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ചധികം മഷ്റൂംസ് പറിച്ചെടുക്കുകയാണ്. ആ മഷ്റൂം അവൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പാചകം ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ആ പാചകം ചെയ്ത ആ ഒരു മഷ്റൂം എല്ലാവർക്കും കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. മാക്സിനും കൊടുക്കുന്നുണ്ട്, അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവളും കഴിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ അമ്മയുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട്
അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. ആലീസിനെയും വിളിക്കുന്നുണ്ട് അമ്മയുടെ കൂടെ ചെല്ലാനായിട്ട്. പക്ഷേ അവള് മാക്സിന്റെ അടുത്ത് നിന്ന് എണീക്കുന്നില്ല. ഞാൻ വരുന്നില്ലെന്നാണ് അവള് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ അവളുടെ അടുത്ത് വന്നിട്ട് അവളുടെ കൈ വലിച്ച് അവളെ ബലമായിട്ട് പിടിച്ചോണ്ട് പോകാനായിട്ട് നോക്കും. പക്ഷെ അവള് വരുന്നില്ല. ഈ നേരം കൊണ്ട് മാക്സ് എണീറ്റിട്ടുണ്ട്. ഇപ്പൊ ആലീസ് മാക്സിനെ വിട്ട് പോകാത്തതിന്റെ കാരണം മനസ്സിലായോ? അവൾ ആലീസിന്റെ കുഞ്ഞിന് ഗർഭം കൊടുത്തു കഴിഞ്ഞു. അവളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ കുട്ടി. അതുകൊണ്ടാണ് അമ്മയുടെ കൂടെ പോകാത്തതും അതുപോലെ തന്നെ അവനെ കൊല്ലാത്തതും. ഇപ്പൊ ഇത് നോക്കി നിൽക്കുന്ന അമ്മയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തോ വയ്യായിക പോലെ ആയിട്ട് അവിടെ പോയി ഛർദ്ദിക്കുന്നുണ്ട്. അവിടെ തന്നെ ഒരു ചെറിയൊരു ബക്കറ്റില്ലേ, ആ ബക്കറ്റിൽ പോയി ഛർദ്ദിക്കാനായിട്ട് തുടങ്ങും. അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് കുറച്ച് ഫുഡ് കൊടുത്തില്ലായിരുന്നോ ആലീസ്? അതിൽ അവള് വിശക്കുമ്പിള് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയിലും ഇട്ടില്ല, പകരം അമ്മയുടെ സൂപ്പിൽ മാത്രമേ ആ ഒരു വിശക്കുമ്പിള് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് മനസ്സിലായി സ്വന്തം മോള് തന്നെ അമ്മേനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു, എന്തായാലും മരണപ്പെടും, അമ്മയ്ക്ക് വിഷം ബാധിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ അമ്മ ആകെ വിഷമിച്ച് അവിടെ നിന്ന് സിഗരറ്റ് എടുത്ത് പുറത്തു വന്നിരുന്ന് അത് വലിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് മാക്സ് അവിടെ വന്ന് നിൽപ്പുണ്ട്. മാക്സിനും ഒരുപാടധികം വിഷമാവുന്നുണ്ട്. മാക്സിനെ കൊല്ലാൻ പറഞ്ഞ സ്ത്രീയാണെങ്കിലും അവൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നീട് ആ ഒരു ലേഡി, അതായത് സ്ത്രീ, മാക്സിനെ വിളിച്ചുകൊണ്ട് കാട്ടിൽ പോവാണ്. അവർക്ക് അത്രയധികം അനുഭവിച്ചു മരിക്കാനായിട്ട് വയ്യ, പകരം അവരെ കൊല്ലാനായിട്ടാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് മാക്സ് അവന്റെ കയ്യിലുള്ള തോക്കെടുത്ത് അവരെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ അവര് പറയും ഷൂട്ട് ചെയ്യണ്ട, നിന്റെ 2 ബുള്ളറ്റേ ഉള്ളൂ, അത് തീർന്നു പോയാൽ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നിനക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് തന്നെ നിന്റെ കയ്യിലുള്ള കത്തി വെച്ച് എന്നെ കൊന്നാ മതി എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുകയാണ്. അതുപോലെ അവർ സിഗരറ്റ് വലിക്കുന്നുണ്ട്. ആ സിഗരറ്റ് തീരുന്ന സമയത്ത് അവരുടെ കൈ അറുത്ത് കൊല്ലാനായിട്ടാണ് അവർ പറയുന്നത്. അങ്ങനെ സിഗരറ്റ് തീരുമ്പോൾ അവൻ അവരെ കൊല്ലുന്നുണ്ട്. കൊന്നതിന് ശേഷം അവരെ വലിച്ചുകൊണ്ട് പോയി കാട്ടിന്റെ ഒരു ഭാഗത്ത് കുഴിച്ചിടുകയാണ്. പിന്നീട് ഇതെല്ലാം കഴിയുമ്പോൾ രാത്രിയായിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ അവൻ തിരിച്ചു പോകുമ്പോൾ ആ ഒരു ട്രാപ്പിൽ ചെന്ന് നോക്കുകയാണ്. ചെന്ന് നോക്കുമ്പോൾ അതിലൊരു മുയൽ കുടുങ്ങി കിടപ്പുണ്ട്. അമ്മ വെച്ച ട്രാപ്പായിരുന്നു. ആ ഒരു മുയലിനെ എടുത്ത് അവൻ വീട്ടിൽ ചെന്നിട്ട് ആ ഒരു മുയലിനെ അവൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. സ്വന്തം അമ്മേനെ കൊന്നതല്ലേ, പക്ഷെ അവന് സത്യാവസ്ഥ അറിയത്തില്ല. അമ്മ ജീവനോട് ഇരുന്നിരുന്നെങ്കിലും അവനെ കൊല്ലാനായിട്ടേ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവളുടെ കുട്ടിയുടെ അച്ഛനായിട്ടുള്ള അവനെ കൊല്ലാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് അമ്മേനെ അവള് കൊന്നു കളഞ്ഞത്. എന്തായാലും ഇപ്പൊ അവൻ വന്നിട്ട് ആകെ വിഷമിച്ചിട്ട് അവളോടൊരു കഥ പറയാനായിട്ട് തുടങ്ങും. അതായത് അവനും അവന്റെ ബ്രദറും കൂടെ ഓരോ സ്ഥലത്ത് പോയിട്ട് കൊള്ളയടിക്കുമായിരുന്നു ഓരോ സാധനങ്ങള്, അതായത് ഫുഡ്, ഡ്രസ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ. എന്നാൽ ഒരു ദിവസം ഇതൊരു പെൺകുട്ടി കണ്ടു. പക്ഷെ ചേട്ടനാണെങ്കിൽ പോയിട്ട് ആ പെൺകുട്ടീനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി, അതായത് പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ അവിടെ തന്നെ വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവര് ചേട്ടനെയും എവനെയും കൂടെ ഓട്ടിച്ച് കാട്ടിൽ കൊണ്ടുവന്നു. എന്നാൽ ഓടുന്ന വഴിക്ക് അവൻ മറിഞ്ഞു വീണു. ചേട്ടനോട് സഹായം ആവശ്യപ്പെട്ടപ്പോൾ ചേട്ടൻ അവനെ സഹായിക്കാനായിട്ട് വന്നു. എന്നാൽ എവൻ എന്താ ചെയ്തത്? ചേട്ടന്റെ കാല് വെട്ടി മുറിച്ചതിന് ശേഷം എവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ചേട്ടനാണല്ലോ ആ പെൺകുട്ടീനെ പീഡിപ്പിച്ചത്, അതുകൊണ്ട് തന്നെ ചേട്ടന് ശിക്ഷ കിട്ടട്ടെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൻ ചതിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ബാക്കി പിന്നാലെ വന്ന ആൾക്കാർ ചേട്ടനെ കൊന്നു കളഞ്ഞു. അതുപോലെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇവര് ജീവിക്കുന്നത് പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിലാണ്. അതായത് എന്തൊക്കെയോ രോഗങ്ങൾ വന്നിട്ട് എല്ലാ മനുഷ്യരും മരണപ്പെട്ടു പോയി. ഇവര് മാത്രമേ ഈ ലോകത്ത് ബാക്കിയുള്ളൂ. പിന്നെ വേറെ കുറച്ച് ആൾക്കാർക്ക് എവിടെയെങ്കിലും കാണും, പക്ഷേ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനായിട്ടൊക്കെ മടിക്കാത്ത ആൾക്കാരാണ്. എന്തെങ്കിലും ഫുഡിനോ അല്ലെങ്കിൽ ഡ്രസ്സിനോ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു കളയും. അതുകൊണ്ട് തന്നെ അത്രയും സൂക്ഷിച്ച് ജീവിക്കാനായിട്ട് പറ്റൂ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അന്നത്തെ രാത്രി ഇവർ രണ്ടുപേരും കൂടെ കിടക്കുകയാണ്. ആലിസ് പതിയെ മാക്സിന്റെ കൈ പിടിച്ച് അവളുടെ വയറ്റിൽ വെക്കുകയാണ്. അവനൊരു കാര്യം മനസ്സിലായി, അവള് പ്രഗ്നന്റ് ആണ്, അവന്റെ കുട്ടിക്കാണ് അവള് ജന്മം കൊടുത്തേക്കുന്നതെന്ന്. എന്തായാലും അന്നത്തെ ദിവസം കടന്നു പോവാണ്. പിറ്റേ ദിവസം ആകുമ്പോൾ ആലിസും അതുപോലെ തന്നെ മാക്സും കൂടെ കാട്ടിലൂടെ അങ്ങനെ പോവാണ്. എന്തെങ്കിലും ജീവികളെ കിട്ടുമോ, അങ്ങനെ വല്ലതും കിട്ടുമോ നോക്കിയിട്ട്. ഇതേ നേരം തന്നെ മാക്സിന്റെ വീട്ടിന്റെ പുറത്ത് കുറച്ചധികം ആൾക്കാർ വന്നിട്ടുണ്ട്. അവരുടെ കയ്യിൽ തന്നെ പലതരം ആയുധങ്ങളുണ്ട്. കോടാലിയുണ്ട്, അതുപോലെ തന്നെ ആരോ ഷൂട്ടറുണ്ട്, അങ്ങനെ കുറെ അധികം സാധനങ്ങൾ. യവന്മാര് വരുമ്പോ അവിടെ തന്നെ ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, എന്തെങ്കിലും ജീവികൾ വന്നാല് ശബ്ദം ഉണ്ടാക്കുന്ന ചെറിയൊരു ട്രാപ്പ്, അതിൽ യവന്മാര് ചവിട്ടിയിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ശബ്ദം മാക്സും അതുപോലെ തന്നെ ആലീസും കേൾക്കാണ്. അവർക്ക് മനസ്സിലായി വീട്ടിന്റെ അടുത്ത് ആരോ വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടെ പതുങ്ങി അത് ആരാണെന്ന് വന്ന് നോക്കാണ്. ഇവരുടെ കയ്യിൽ തന്നെ എപ്പോഴും ഒരു കണ്ണാടി കാണും. ആ കണ്ണാടി വെച്ച് ഇവർ ഒളിഞ്ഞിരുന്ന് നോക്കുമ്പോൾ അത് കുറച്ചധികം മനുഷ്യരാണെന്ന് മനസ്സിലായി. ഇവരെ അവരുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അവരെന്തായാലും കൊല്ലുമെന്ന് ഇവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അലീസ് ഒരു പെൺകുട്ടിയാണ്. പെൺപിള്ളാര് ഈ ലോകത്ത് കുറവാണ്, അതുകൊണ്ട് തന്നെ എവിടെയും വെച്ചേക്കത്തില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. ഇപ്പൊ അവരിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ, ഈ വീട്ടിൽ ഇനി നിൽക്കുന്നത് അത്ര സേഫ് അല്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആലീസ് എത്രയും പെട്ടെന്ന് തന്നെ ഓടി വീട്ടിന്റെ മുകളിൽ വലിഞ്ഞു കയറുന്നുണ്ട്. എന്നിട്ട് മുകളിലുള്ള ഓട് ഇളക്കിയിട്ട് അവൾ അകത്ത് കയറാണ്. അകത്ത് നിന്ന് കുറച്ചധികം സാധനങ്ങൾ എടുക്കുന്നുണ്ട്, എന്തൊക്കെയോ ബുള്ളറ്റോ അതുപോലെ എന്തൊക്കെയോ, പിന്നെ ഒരു കത്തിയൊക്കെ എടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ വീട്ടിനുള്ളിൽ കയറിയവന്മാര് ആ വീടിനുള്ളിലെല്ലാം പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ഇവിടെ ആൾതാമസം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ആലീസിന്റെ ബ്രാ അവിടെ കിടപ്പുണ്ട്. അതിലൊരുത്തൻ ആ ഒരു ബ്രാ എടുത്ത് അങ്ങനെ മണപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അവള് അവന്മാരുടെ കിട്ടിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്, അവന്മാര് വെച്ചേക്കത്തില്ല. ഇപ്പൊ ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടെന്ന് അവന്മാർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അവന്മാർക്ക് അന്വേഷിക്കാനുള്ള ആ ഒരു ഉന്മേഷം കൂടുകയാണ്. എന്നിട്ട് അവിടെ തന്നെ ചെറിയൊരു റൂമില്ലേ, അതായത് ആലീസ് ഒളിച്ചിരിക്കുന്ന റൂം, അത് വന്ന് പെട്ടെന്ന് തുറന്നു നോക്കുകയാണ്. എന്നാൽ അതിനുള്ളിൽ തുറന്നു നോക്കുമ്പോൾ ആലീസിനെ കാണാനില്ല, പകരം അവിടുത്തെ ഓട് ഇളക്കിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. യവന്മാർക്ക് മനസ്സിലായി
ആലീസും അതുപോലെ തന്നെ മാക്സും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയെന്ന്. അതുകൊണ്ട് തന്നെ ഉമ്മാർ എത്രയും പെട്ടെന്ന് തന്നെ കാടിനുള്ളിലോട്ട് ഇറങ്ങി ഓടും അവരെ തപ്പിയിട്ട്. ഇപ്പൊ മാക്സും അതുപോലെ തന്നെ ആലീസും കൂടെ കാടിനുള്ളിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അമ്മാരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. രണ്ടുപേർക്കും എന്തായാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. മാക്സ് ഒരു കാര്യം പറയും, നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോളാൻ. അവൾക്കും വലിയ മനസ്സൊന്നുമില്ല, എന്നാൽ അവൾ അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങും. അവൻ എന്താ ചെയ്യുന്നത്, അവൾ പോയതും അവൻ്റെ ഒരു ഹാർമോണിയില് അതെടുത്തിട്ട് വായിക്കാനായിട്ട് തുടങ്ങും. അത് വായിക്കുമ്പോൾ മറ്റേ കള്ളന്മാർക്ക് മനസ്സിലാവും മാക്സ് ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവന്മാര് മാക്സിന്റെ അടുത്തോട്ട് വരുമ്പോൾ ഒരുത്തനെ മാക്സ് കാണുന്നുണ്ട്. ആ ഒരുത്തനെ മാക്സ് തോക്ക് വെച്ച് ഷൂട്ട് ചെയ്ത് താഴെ ഇടുകയാണ്. ഇതേ നേരം തന്നെ ആലിസ് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ അവളുടെ മുമ്പിൽ ഒരുത്തൻ വന്നങ്ങനെ നിപ്പുണ്ട്. ആ കള്ളന്മാരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനാണ്. അവന്റെ കയ്യിൽ തന്നെ എന്തോ ഒരു തരം ആയുധമുണ്ട്. പക്ഷേ ആലിസിന്റെ കയ്യിൽ ഒരു കത്തിയില്ലേ, ആ കത്തി എടുത്ത് അവന് നേരെ കാണിക്കുകയാണ്. എന്നാൽ ആലിസിനെ ഉപദ്രവിക്കാനായിട്ട് അവൻ അടുത്തോട്ട് വരുമ്പോൾ ആലിസ് പതിയെ പതിയെ പിന്നിലോട്ട് പോകും. പക്ഷേ അവിടെ തന്നെ ഒരു ട്രാപ്പ് ഇരിപ്പുണ്ടായിരുന്നു. ആ മണ്ടൻ അതിനകത്ത് വന്ന് ചവിട്ടിയിട്ട് അവന്റെ കാല് കുടുങ്ങാണ്. അവൻ താഴെ വീഴുന്നുണ്ട്. ഇനി അവന്റെ കാര്യം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആലിസ് അവിടെ നോടാനായിട്ട് തുടങ്ങും. ഇതേ നേരം മാക്സ് അവിടെ നിൽക്കുമ്പോൾ ഒരുത്തനൂടെ അടുത്തോട്ട് ഓടി വരുന്നുണ്ട്. അവനെ കൂടെ ഷൂട്ട് ചെയ്തിടുകയാണ്. എന്നാൽ പെട്ടെന്നായിരിക്കും അവന്റെ വയറ്റിലൊരു അമ്പ് വന്ന് തളയ്ക്കുന്നത്. അവന്മാരുടെ കൂട്ടത്തിലുള്ള ആരോ ഒരാള് അവന് നേരെ ആരോ ഷൂട്ട് ചെയ്തതാണ്. മാക്സ് ആകെ തളർന്ന് താഴെ വീഴുകയാണ്. അവന്മാരെല്ലാരും കൂടെ മാക്സിന്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ മാക്സ് അവശതപ്പെട്ട് താഴെ കിടക്കുകയാണ്. പിന്നീട് മാക്സിന്റെ ഡ്രസ്സെല്ലാം വലിച്ചൂരിയിട്ട് അവനെ അവന്മാരെ ഒരുപാടധികം ഉപദ്രവിക്കുന്നുണ്ട്. അതിനുശേഷം അവനെ എടുത്ത് വീട്ടിന്റെ അടുത്ത് വന്നിട്ട് ആ വീട് കത്തിക്കാനായിട്ട് തുടങ്ങും. ആ വീട്ടിന്റെ കൂട്ടത്തിൽ തന്നെ എവനെയും കത്തിക്കുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ മാക്സിനെ കത്തിച്ച് കൊന്നു കളയാണ്. ഇതേ നേരം ആലിസിനെ കാണിക്കുകയാണെങ്കിൽ അന്ന് രാത്രി അവൾ ആ കാട്ടിൽ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഇതുവരെ അവന്മാരുടെ കയ്യിൽ പെട്ടിട്ടില്ല. എന്തായാലും അന്നത്തെ രാത്രിക്ക് ശേഷം അവൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. മാക്സ് മരണപ്പെട്ടു പോയെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അങ്ങനെ പോകുമ്പോൾ തോട്ടിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് കഴിക്കാൻ പറ്റുന്ന എന്തൊക്കെയോ എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് ഒരു സ്ഥലത്ത് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ കുറെ അധികം ആൾക്കാർ തോക്കും പിടിച്ച് അവിടെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ചുറ്റും ചെറിയ മുള്ളുവേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ആർക്കും അങ്ങനെ അതിക്രമിച്ച് കയറാനായിട്ടൊന്നും പറ്റത്തില്ല. അതിനർത്ഥം കുറെ അധികം ആൾക്കാർ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ജീവിച്ചിരിപ്പുണ്ട്. ഇവരുടെ ഇടയിൽ ചെല്ലുവാണെങ്കിൽ ഇവളുടെ കാര്യം അവരെ നോക്കിക്കോളും. ഇവൾക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ ഓരോ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കാം. അതുകൊണ്ട് തന്നെ ഇവളും ആ ഒരു നെറ്റിന്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. അതായത് അവിടെ നിൽക്കുന്ന പട്ടാളക്കാരുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. പട്ടാളക്കാരൊന്നും അല്ല, എന്നാലും തോക്കുള്ളതുകൊണ്ട് നമുക്ക് പട്ടാളക്കാരെന്ന് പറയാം. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവൾ അവളുടെ കയ്യിലിരിക്കുന്ന ഓരോ സാധനങ്ങൾ അവിടെ നിൽക്കുന്ന ഒരുത്തൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അവനും എല്ലാം വാങ്ങിച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എന്തായാലും ചെക്ക് ചെയ്തിട്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അതുമല്ല, ഇവിടെ താമസിക്കുന്ന ആൾക്കാരോട് ചോദിക്കണം, ഒരാൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവളെ ഉള്ളിൽ കയറ്റണമെന്ന്. അപ്പൊ ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും കൂടെ വോട്ടിട്ട് തീരുമാനിക്കും അവളെ കയറ്റണോ വേണ്ടെന്ന്. കയറ്റണം എന്നുള്ള വോട്ടാണ് കൂടുതലെങ്കിൽ അവളെ കയറ്റും. ഇനി അത് കുറവാണെങ്കിൽ അവളെ കയറ്റത്തില്ല. അവൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന നേരത്ത് അവൻ വോട്ട് എണ്ണാനായിട്ട് പോയിട്ടുണ്ട്. ഇതേ നേരം അവിടെ ഒരു ലേഡി നിപ്പുണ്ട് തോക്കം പിടിച്ചിട്ട്. ആ ലേഡി ആലീസിനോട് ചോദിക്കും, നിന്റെ പേരെന്താണ്, നീ എവിടെ നിന്നാണ് വന്നേക്കുന്നതെന്ന്. അന്നേരം ആലീസ് ഒരു കാര്യം കാണുന്നുണ്ട്. അവിടെ വേറൊരു ലേഡി ഒരു കുട്ടീനെയും കൊണ്ട് അങ്ങനെ നടക്കാണ്. ഇത് കാണുന്ന മുകളിൽ തോക്കം പിടിച്ച് നിൽക്കുന്ന ലേഡിക്ക് ഒരു കാര്യം മനസ്സിലാവും, ആലീസ് പ്രഗ്നന്റ് ആണെന്ന്. അവളോട് നീ എത്ര മാസം പ്രഗ്നന്റ് ആണെന്ന് ചോദിക്കുമ്പോൾ അവൾ 3 മാസമെന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം ഇനി 6 മാസത്തിൽ പ്രസവിക്കും. അതുപോലെ തന്നെ കുട്ടിക്ക് ഇടാനുള്ള പേരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൾ എന്തോ ഒരു പേര് പറയുന്നുണ്ട്, നമ്മളെ കേൾപ്പിക്കുന്നില്ല. എന്തായാലും അവൾ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. അവളെ കയറ്റോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ കയറ്റി കാണും, ചിലപ്പോൾ കയറ്റി കാണത്തില്ല. എന്തായാലും എല്ലാവരും മരണപ്പെട്ട ശേഷം ഈ ഒരു ഭൂമിയിൽ ജീവിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടാണ്. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.